ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. അവധിക്കാലം ആഘോഷിക്കാനായിട്ട് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും ഒരു കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അവിടെയുള്ള ചില ഗ്രാമവാസികൾ അവരോടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ആ കാട്ടിൽ പല ആരാധനാമൂർത്തികൾ ഉണ്ടാവും, അവരെ ബഹുമാനിച്ച് വേണം ഉള്ളിലേക്ക് പോവാൻ. എന്നാൽ ഇതൊന്നും കേൾക്കാതെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി കാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ വെച്ച ചില പൂജാ സാധനങ്ങൾ ഒരു ബഹുമാനമില്ലാതെ അവൾ അതിൽ ചവിട്ടുകയാണ്. അതേസമയം അവളുടെ ചെവിയിൽ സ്വകാര്യമായിട്ട് ഒരു ചെകുത്താൻ വന്നൊരു കാര്യം പറയാണ്, വാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് 4 പേർക്കും വഴി ഏതാന്ന് മനസ്സിലാവുന്നില്ല. വഴി തെറ്റി ആ കാട്ടിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് അവസാനം ആ ഉൾക്കാട്ടിൽ ഒരു പഴയ രീതിയിലുള്ള ഒരു ഗ്രാമം ഇവർ കാണുകയാണ്. ഇവർ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കഥയിലേക്ക് പോയി തന്നെ മനസ്സിലാക്കാം. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹൊറർ മൂവി തന്നെയാണ്. എന്തായാലും നമ്മൾ നേരെ ഈ കഥയിലേക്ക് പോവാണ്, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും കാട്ടിൽ വഴിതെറ്റി അലഞ്ഞു തിരിഞ്ഞ് എങ്ങോട്ടേക്ക് പോകണം എന്നറിയാതെ അർദ്ധരാത്രിയിൽ ഇവർ 4 പേരും ആ കാട്ടിലേക്ക് എത്തി. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് അവർ ആ കാര്യം കാണുന്നത്. ഒരു ഗ്രാമം, അതും ഈ കൊടും വനത്തിന്റെ ഉള്ളിൽ. അവരോട് ഒരു സഹായം ചോദിച്ചേക്കാം എന്ന് കരുതി അങ്ങോട്ടേക്ക് പോയപ്പോഴല്ലേ രഹസ്യം മനസ്സിലായത്. ആ ആളുകൾ ഈ രാത്രിയിൽ അവിടെ കൂടിയിരിക്കുന്നത് വെറുതെയല്ല, ഒരു നരബലി കൊടുക്കാനായിരുന്നു. അവരുടെ അരികിൽ ഏകദേശം 15 മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു. ഇടിവെട്ടിയവന്റെ കാലിൽ പാമ്പ് കടിച്ചു എന്ന് പറയില്ലേ, അതേ അവസ്ഥ. ഈ 4 പിള്ളേര് ഇവരെങ്ങനെയും കാട്ടിലേക്ക് വന്നത്? അപ്പൊ അതറിയണമെങ്കിൽ കുറച്ചു ദിവസം പിന്നിലേക്ക് പോകണം. ഇപ്പോ ഒരു കോളേജ് കാണിക്കുകയാണ്. ഇന്ന് അവിടെ ഫൈനൽ ഇയർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല തകൃതിയായിട്ട് എക്സാം എഴുതുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഒരു പയ്യൻ പുറത്തേക്ക് വന്നില്ലേ, ഇവന്റെ പേരാണ് ആര്യ, നമ്മുടെ കഥാനായകൻ. അപ്പൊ ആ ഒരു പരീക്ഷയെല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ അവൻ വരുന്നുണ്ട്. ഒരുത്തൻ ഓടി വന്ന് അവന്റെ ഷോൾഡറിലേക്ക് ചാടി വീഴുന്നു. മറ്റാരുമല്ല, അവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള രാഖയാണ്. പരീക്ഷയെല്ലാം കഴിഞ്ഞു, ഇനി എന്താ പരിപാടി ചോദിക്കുമ്പോൾ ആര്യ പറയണ, വീട്ടിലേക്ക് പോകണം. ഇപ്പൊ രാഖയുടെ മുഖം ആകെ വാടി പോകണം, കാരണം അവന് പോകാനായിട്ട് വീടൊന്നുമില്ല, അനാഥനാണ്. നിങ്ങൾക്കെല്ലാം പോകാൻ വീടുണ്ട്, എനിക്കൊരു സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ സെന്റി അടിക്കാൻ വരുമ്പോ തന്നെ ആര്യ പറയുന്നുണ്ട്, രാക്ക ഇമാതിരി വർത്താനം പറയാൻ നിൽക്കരുത്, പിന്നെ ഞാനില്ലേ, യൂണില്ലേ, നിതയില്ലേ, ഇവരെല്ലാവരും ഉള്ള സമയത്ത് പിന്നെ എന്തിനാ നീ ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോകുന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ട്രക്കിങ്ങിനായിട്ട് നമ്മൾ ആ ഒരു മലയിലേക്ക് പോവാണ്. അതായത് രാക്കയുടെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള നിതയുണ്ട്. നിത ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുന്നത്, അതുകൊണ്ട് അവൾക്ക് അതൊക്കെ പറ്റുമോന്ന് നമ്മുടെ ആര്യ ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല എന്ന് രാക്ക പറയാണ്. അങ്ങനെ ഇവര് 3 പേരും ഒത്ത് മറ്റൊരാളുടെ അടുത്തേക്ക് പോവാണ്. യൂണ് എന്നാണ് അവളുടെ പേര്. ഈ യൂണിനെ നമ്മുടെ ആര്യക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇതുവരെയായിട്ടും ആ ഒരു ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും 4 പേരും തീരുമാനിച്ചു ട്രക്കിങ്ങിനായിട്ട് ഒരു മലയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. ആ മലയുടെ പേര് ഗുനു വെള്ളി റാങ് അങ്ങനെ എന്തോ ആണ്. അത്യാവശ്യം അപകടം പിടിച്ച സ്ഥലം തന്നെയാണ്. എന്തായാലും അങ്ങോട്ടേക്ക് തന്നെയാണ് ഇവർ 4 പേരും ഈ തവണ ട്രക്കിങ്ങിന് പോകുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ യൂൺ ഉണ്ടല്ലോ, അവളെ അവളുടെ അമ്മ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവൾ ആ ഒരു കോള് കട്ട് ചെയ്ത് കളയാണ്, അമ്മയോട് സംസാരിക്കുന്നില്ല. ഈ കാര്യം ആര് ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മുടെ ആര് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം ഇവർ നേരെ ആ ഒരു കാട്ടിലേക്ക് കടക്കാനായിട്ടൊരു എൻട്രൻസ് ഉണ്ടാവുമല്ലോ, നേരെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ടിക്കറ്റും കാര്യം എടുത്തു, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി കൊടുത്തു. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഫോറസ്റ്റ് ഓഫീസർ ഒരു കാര്യം പറയുന്നുണ്ട്, മക്കളെ പോകുന്നൊക്കെ ശരി, പക്ഷെ നല്ലോണം സൂക്ഷിക്കണം, ഇച്ചിരി അപകടം പിടിച്ച സ്ഥലമാണ്. അതൊന്നും കുഴപ്പമില്ല എന്ന് നമ്മുടെ ആര്യയും രാഖയും പറയാണ്. ഇതേ നേരം അവർ പോകാൻ നിൽക്കുമ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് നിതയോടൊരു കാര്യം പറയുന്നുണ്ട്, മോളെ, കാട്ടിലേക്ക് പോകുന്നതൊക്കെ ശരി, പക്ഷേ അവിടെ ചില ആരാധനാ മൂർത്തികളുണ്ട്, അവരോട് നീ ബഹുമാനം കാണിക്കണം കേട്ടോ. അവളത് വലിയ മൈൻഡാക്കിയില്ല. മാത്രമല്ല ഇപ്പൊ നിത പറയണത്, ഇത്രയും പേരുണ്ടായിട്ടും എന്നോട് മാത്രം എന്താ ആ കിളവൻ ആ കാര്യം പറഞ്ഞത്? ഇപ്പൊ നമ്മുടെ ആര്യ പറയാണ്, ആ കിളവൻ നിന്നോട് ഒറ്റയ്ക്ക് പറഞ്ഞതാണെങ്കിലും അയാൾ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. നമ്മൾ ഈ കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കുറേയധികം ആരാധനാ മൂർത്തികളുണ്ട്, നമ്മൾ അവരെയൊക്കെ റെസ്പെക്ട് ചെയ്തിട്ട് വേണം മുകളിലേക്ക് പോകാൻ. അങ്ങനെ ഇവർ ആ ഒരു കാട് കയറാൻ തുടങ്ങുകയാണ്. പക്ഷേ ഈ നിതയുടെ കാര്യം ഒരു പുൽച്ചാടിയെ പോലെയാണ്, വെറുതെ തുള്ളിച്ചാടി നടക്കും. യാതൊരു രീതിയിലുള്ള സീരിയസ്നെസ്സോ മെച്യൂരിറ്റിയോ കാണിക്കാത്ത ഒരാളാണ് നിത. അവളും അതുപോലെ തന്നെ രാക്ക, 2 പേരും കൂടെ മുന്നിൽ ഓടിപ്പോവാണ്. ഇതേ സമയത്തിന് ആര്യയും നമ്മുടെ യൂണും ഒറ്റയ്ക്കായി. അപ്പൊ അവരിങ്ങനെ പതിയെ നടന്നു വരുമ്പോൾ ആര്യ ആ കാര്യം ചോദിക്കുകയാണ്, അല്ല യൂണെ, നീ അമ്മയുമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിലാണോ? കോളൊക്കെ കട്ട് ചെയ്യുന്ന കണ്ടു, എന്താ അമ്മയോട് സംസാരിക്കാതിരുന്നത്? ഇപ്പൊ യൂൺ ചോദിക്കുകയാണ്, അല്ല ആര്യ, ഇതൊക്കെ എന്തിനാ നീ നോക്കുന്നത്? ഇതൊക്കെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ? എനിക്കറിയാം ഒരു പരിധി വരെ നിനക്ക് എന്നെ ഇഷ്ടമാണ്, എന്നാൽ നിനക്കത് പറയാൻ നല്ല മടിയുണ്ട്. എന്നാൽ നിന്റെ ഇഷ്ടം എന്നോട് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ അമ്മയോട് ചില താല്പര്യക്കുറവൊക്കെ എനിക്കുണ്ട്. കാരണം എന്റെ അമ്മ ഒരു മന്ത്രവാദിയാണ്, പലതരം ആഭിചാരക്രിയകളും അവർ ചെയ്യാറുണ്ട്, അവർക്ക് എന്തൊക്കെയോ കാണാൻ കഴിയും എന്നാണ് അമ്മ പറയുന്നത്. അതേ ശക്തി എനിക്കും കിട്ടുന്നുണ്ട് എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മുൻപേ ഞാൻ നിന്നോട് പറയാണ്, ഇതെല്ലാം കേട്ടിട്ട് മാത്രം എന്നോട് നിന്റെ ഇഷ്ടം പറഞ്ഞാൽ മതി എന്ന് പറയണം. എന്നാൽ അപ്പൊ തന്നെ ആര്യ പറയാണ്, എന്റെ പൊന്നിയോണെ, എനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല, ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ്, ഞാൻ നിന്നെ നോക്കിക്കോളാം, ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. ഇപ്പൊ യൂണ് പറയണ, ആഹാ, നല്ല ഒലിപ്പിക്കലാണല്ലോ. എന്തായാലും ഇവർ 4 പേരും കുറച്ചു ദൂരം നടന്ന് കാടിന്റെ ഉൾഭാഗത്തേക്ക് എത്തുകയാണ്. അപ്പൊ അവിടെ വലിയൊരു മരം കണ്ടു. ആ മരത്തിന്റെ താഴ്ഭാഗത്തായിട്ട് ചില പാത്രങ്ങളും പൂജാ വസ്തുക്കളും കാണുകയാണ്. എന്നാൽ ഇത് കണ്ടപാടിന് അങ്ങോട്ടേക്ക് ചെന്ന്
ചെന്ന് ആ പാത്രങ്ങളിൽ ചുമ്മാ ചവിട്ടുകയാണ് നിത. എന്നാൽ അപ്പൊ തന്നെ രാഖ പറയാണ്, നീ എന്ത് ഈ കാണിച്ചത്, ഭയങ്കര മോശമായി പോയിട്ടോ. ഞാൻ പറഞ്ഞല്ലേ കാട്ടിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഇവിടെയുള്ള ആരാധനാമൂർത്തികളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക തന്നെ വേണം. എന്നാൽ ഇത് കേട്ട നിത പറയണം, ഒന്ന് പോടാ അവിടുന്ന്, നിന്റെ ഓരോ വിശ്വാസങ്ങൾ ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ്. ദൈവവുമില്ല, അതുപോലെ തന്നെ ചെകുത്താനുമില്ല, എനിക്ക് രണ്ടിലും വിശ്വാസമില്ല. എന്നാൽ പെട്ടെന്നാണ് നിതയുടെ ചെവിയുടെ അടുത്തേക്ക് കരിഞ്ഞ മുഖമുള്ള ഒരു മനുഷ്യൻ വന്ന് എന്തോ ഒരു കാര്യം പറയുന്നത്. നിത, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്, വേഗം വാ. എന്നാൽ ഇത് കേട്ടപാട് തന്നെ ഞെട്ടിപ്പോയ നിത പറയണ, ആരെ സംസാരിച്ചത്, ആരെ എന്നോട് അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ബാക്കിയുള്ള 3 പേരും ചോദിക്കണം, ആര് പറയാൻ, എന്ത് പറയാൻ, നീ എന്തൊക്കെ ഈ പറയുന്ന? അത് പിന്നെ ആരും എന്റെ ചെവിയിൽ വന്നിട്ട് എന്തോ പിറുപിറുത്തതുപോലെ എനിക്ക് തോന്നിയെന്ന് പറയാണ്. ഈ സമയത്ത് രാഖ പറയണ, ചെകുത്താനിലും ദൈവത്തിലും വിശ്വാസമില്ല, എന്നാൽ ഇങ്ങനത്തെ ഓരോ അബദ്ധങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യും, മതി എന്തായാലും നടക്ക്. ഇതും പറഞ്ഞ് അവർ വീണ്ടും കാട്ടിന്റെ ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ അറിയാലോ നിതയുടെ സ്വഭാവം, ഒരു എടുത്തുചാട്ടാണ്. അങ്ങനെ അവൾ വേഗത്തിൽ നടക്കുകയാണ്. ഒരു ജംഗ്ഷൻ പോലെ ഒരു സ്ഥലത്തെത്തുന്നുണ്ട്. 2 വഴിയായിട്ട് പിരിയാണ്. ഇതിലൊന്നും തെറ്റായതും മറ്റേത് ശരിയായ വഴിയുമാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തിയ നിത ഒന്നും ചിന്തിക്കാതെ നേരെ തെറ്റായ വഴിയിലൂടെ കയറി പോവാണ്. ഇപ്പൊ പിന്നാലെ വന്ന ആര്യ രാക്കായിയാണ്. ഇവര് നോക്കുമ്പോൾ നിത പോയ വഴി മനസ്സിലായി, അത് റോങ് വേ ആണെന്ന് മനസ്സിലായി. കുറെ നേരം അവളെ വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ല. അതുകൊണ്ട് ഈ തെറ്റായ വഴിയിലൂടെ ഇവര് ചെല്ലുകയാണ്. അങ്ങനെ അവസാനം നിതയുടെ അടുത്തേക്ക് എത്തിയ രാക്ക പറയാണ്, നമ്മൾ വന്നത് റോങ് വഴിയിലാണ്, അപ്പുറത്തെ വഴിയിലൂടെയാ പോകേണ്ടത്. എന്നാൽ നിത പറയാണ്, വഴി തെറ്റിയാലും നീ ഈ സ്ഥലം നോക്കിയേ, എന്ത് ഭംഗിയാടാ, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആഹാ, ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അന്തസ്സാവും. നോക്കുമ്പോ എന്താ വലിയൊരു പാറക്കെട്ടും അവിടെ കുറെ വെള്ളവും പച്ചപ്പൊക്കെ ആയിട്ട് പറഞ്ഞതുപോലെ കാണാൻ നല്ല ഭംഗി രസമൊക്കെ ഉണ്ട് കേട്ടാ. ഇപ്പൊ നിത പറയണ, വെറുതെ എന്നെ ചീത്ത പറയാൻ നിൽക്കണ്ട, ഞാൻ എന്തായാലും വഴി തെറ്റിച്ചതുകൊണ്ട് ഇതുപോലെ ഒരു അടിപൊളി സ്ഥലത്തേക്ക് നമ്മൾ എത്തിയല്ലോ. എന്നാൽ രാഖ പറയണ, നിത വേണ്ട, എനിക്ക് എന്തോ ഒരു അപകടം ഫീൽ ആവുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയണം. എന്നാൽ നിത അത് കേട്ടില്ല. അവള് നേരെ ആ കോറിയുടെ വക്കിലേക്ക് പോകണം. പെട്ടെന്ന് അവളുടെ കാല് തന്നെ അവള് താഴേക്ക് വീഴാൻ പോകുമ്പോഴേക്കും രാഖ അവളെ പിടിക്കുകയാണ്. എന്നാൽ ആ പിടുത്തം വിട്ട് ആ വെള്ളത്തിലേക്ക് നിത വീഴുന്നുണ്ട്. വെള്ളത്തിലേക്ക് വീണ സമയത്ത് നേരത്തെ കേട്ടതുപോലെയുള്ള അശരീരി അവൾ വീണ്ടും കേൾക്കുകയാണ്. നിത, നീ വന്ന വഴി മറന്നേക്ക്, ഇവിടെ നിനക്കായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വെള്ളത്തിൽ വീണ നിതയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആര്യയും രാഖയും കൂടെ എങ്ങനെങ്കിലും ആ ഒരു വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങി അവളെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. ഈ സമയത്താണ് യൂൺ മറ്റൊരു കാര്യം കാണുന്നത്. നമ്മുടെ നിത വീണ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അവള് വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ യൂൺ അങ്ങോട്ടേക്ക് ചെന്ന് അവളെ വിളിക്കുന്നുണ്ട്. അവൾക്ക് യാതൊരു അനക്കമില്ല, ഒരു വല്ലാത്തൊരു ഷോക്ക് കിട്ടിയതുപോലെ. ഇപ്പൊ രാഖയും ആര്യയും പറയുന്നുണ്ട്, ചിലപ്പോ ആ വീണയിൽ ഒന്ന് പേടിച്ചിട്ടുണ്ടാവും, എന്തായാലും നമുക്ക് ഇവിടെ വിശ്രമിച്ച് ഇവൾ ഓക്കെ ആയതിനു ശേഷം പോവാന്ന് പറയണം. അങ്ങനെ അവിടെ അവര് ടെന്റ് അടിക്കുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം നിതയുടെ സ്വഭാവത്തിലേക്ക് ചില വ്യത്യാസം, നഖം വെച്ചും വിരൽ വെച്ചും എന്തൊക്കെയോ അവൾ ഇങ്ങനെ കാണിക്കുക, തലയിൽ എന്തോ തട്ടിയതുപോലെ കിടന്ന് വിറപ്പിക്കുക. അവൾ അവസാനം ഓരോ പിച്ചും പേയും പറയാൻ തുടങ്ങണം, നിങ്ങളൊക്കെ തീർന്നടാ, തീർന്ന് ഞങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ വരാൻ പോവാണ്, നിങ്ങൾ വന്ന വഴി മറന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാധ കയറിയതുപോലെ എന്തൊക്കെയോ സംസാരിച്ച് അവസാനം അവൾ അവിടെ തല കറങ്ങി വീഴുകയാണ്. അപ്പൊ തന്നെ അപകടം മനസ്സിലായ യൂണ് പറയണ, വേണ്ട ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് പോകാന്ന് പറയണം. അങ്ങനെ രാഖ ഇപ്പോൾ നിധി എടുക്കുകയാണ്. ടെന്റെല്ലാം വേഗം തന്നെ അഴിച്ച് ഇവരെ ഇവിടുന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ കുറച്ചു നേരമായിട്ട് അവർ ആ ഒരു കാട്ടിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. എന്നാൽ എത്ര നടന്നിട്ടും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി കാണുന്നില്ല. ഇപ്പൊ യൂണ് പറയാണ്, ആര്യ, എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്, കാരണം ഈ വഴിയിൽ ഇതിനു മുന്നേ ഞാൻ വന്നിട്ടുണ്ട്, ഈ സ്ഥലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പൊ രാഖ പറയാണ്, അപ്പൊ നീ പറയുന്നത് നമ്മൾ വന്ന വഴി തന്നെ വരികയാണ്, വഴി തെറ്റിയെന്നാണോ? അതേന്ന് യൂണും പറയാണ്. എന്നാൽ രാഖ പറയണേ, അതൊന്നുമല്ല, നമ്മൾ കറക്റ്റ് വഴിയിലൂടെ പോകുന്നത്. എന്നാൽ യൂണ് സമ്മതിക്കുന്നില്ല, ഈ സ്ഥലത്ത് ഇതിനു മുന്നേ ഞാൻ വന്നിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. ആ സംശയം ആര്യയ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് വന്ന വഴിയിലൂടെ തന്നെ അവർ വീണ്ടും വീണ്ടും വരികയാണ്. അതായത് ഒരു മെയ്സിന്റെ ഉള്ളിൽ, ഒരു ചക്രത്തിന്റെ ഉള്ളിൽ പെട്ടതുപോലെ. എന്നാൽ പിന്നെ നമുക്ക് ഈ ദിശയിൽ പോണ്ട, നേരെ ഓപ്പോസിറ്റ് നടക്കാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അതിന്റെ നേരെ എതിർവശത്തേക്ക് അവർ കുറച്ചു നേരം നടന്ന് ഇപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുറച്ച് ആൾക്കാരുടെ സംസാരം കേൾക്കുന്നുണ്ട്. എന്നാൽ വേഗം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. റാക്ക അങ്ങോട്ടേക്ക് നടക്കുകയാണ്. എന്നാൽ യൂണിന് എന്തോ ഒരു ഭയം ഉള്ളതുപോലെ അങ്ങോട്ടേക്ക് പോകണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു പുൽമേടിന്റെ ഉള്ളിൽ നിന്നും അവൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ പേടിച്ചതുപോലെ ഒന്നുമില്ല. പക്ഷേ വ്യത്യസ്തമായ ഒരു കാര്യമാണ് അവർ കണ്ടത്. ഈ ഉൾക്കാട്ടിൽ ചെറിയൊരു ഗ്രാമമല്ല, ചെറിയൊരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. അതും ഈ പഴയ കാലത്തൊക്കെ കാണുന്ന ആ രീതിയിലുള്ള ഒരു ടൗൺ, ഒരു ചെറിയ സെറ്റപ്പ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇവര് 4 പേരും നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ കച്ചവടം ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവര് സഹായം ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ കാട്ടിന് പുറത്തേക്കൊന്ന് കടക്കണം, സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഒരു രീതിയിലും അയാൾ ഇവര് മൈൻഡ് ചെയ്യുന്നില്ല. അയാൾ എന്നല്ല, അവിടെയുള്ള ആരോട് സഹായം ചോദിച്ചിട്ടും ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. അങ്ങനെ അവസാനം അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഡിൽ പോയിട്ട് ഇവരിയ്ക്കുകയാണ്. ഇപ്പോഴും നിതയ്ക്ക് ബോധം വന്നിട്ടില്ല. ഇപ്പൊ അവളുടെ അടുത്ത് തന്നെ രാക്കിരിക്കുകയാണ്. അതുപോലെ ആരെയും യൂണും പറയണം, ഞങ്ങൾക്കൊന്ന് ബാത്റൂം പോകണം, ഇപ്പൊ ഒന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ ബോധമില്ലാത്ത നിതയുടെ അടുത്ത് രാക്ക് ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ സമയത്ത്
നോക്കിയിട്ടാണ് രാഖ ആ ഒരു കാര്യം കാണുന്നത്. ആ ഒരു കുഞ്ഞു ഗ്രാമത്തിലെ ചില ആൾക്കാർ വളരെ രൂക്ഷമായിട്ട് തന്നെ രാഖയെ നോക്കുകയാണ്. ഇതിനിടയിൽ അവരുടെ പിന്നിലായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഡാൻസ് കളിക്കുന്നത് പോലെ ഒരു ആത്മാവും ഒരു പിശാച് അത് ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് മിഞ്ഞി മാഞ്ഞു പോകുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് രാഖയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ചിലപ്പോ ഒരു തോന്നലായിരിക്കാം. ഇതേ നേരം ആര്യയും യൂണും കൂടെ നേരെ ആ ഒരു ബാത്റൂമിന്റെ ഭാഗത്തേക്ക് എത്തിയ സമയത്ത് ദാ അവരെക്കാൾ മുന്നേ ആയിട്ട് അവിടെ നിധ എത്തിയിട്ടുണ്ട്. നീ അപ്പൊ അവിടെ ഇല്ലായിരുന്നു, എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയ? ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ ഇതിനൊന്നും മറുപടി പറയാതെ അതിന്റെ ഉള്ളിലേക്ക് നിധ കയറി പോവാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പൊ ആര്യയും നേരെ ടോയ്ലറ്റിലേക്ക് പോയിട്ട് കാര്യം സാധിക്കാൻ നോക്കുമ്പോൾ അതിന്റെ അവിടുത്തെ ഒരു ചെറിയ ഹോളിലൂടെ നേരത്തെ രാഖ കണ്ടില്ലേ, ഒരു ഡാൻസിങ് ഡ്രസ്സെല്ലായിട്ടിരിക്കുന്ന ഒരു സ്ത്രീ, അവർ അതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് ഇപ്പൊ ആര്യയും കാണുകയാണ്. പെട്ടെന്ന് പേടിച്ചു പോയി. അവൻ വേഗം തന്നെ ബാത്റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ സ്ത്രീയെ കണ്ട റൂം തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്താ പറ്റിയെന്നൊക്കെ യൂണി ചോദിച്ചപ്പോൾ അത് പിന്നെ ഞാനൊരു സ്ത്രീയെ കണ്ടു എന്ന് പറയണം, ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ത്രീ. എന്നാൽ ഇപ്പൊ അവരെ കാണാനില്ല. ഇപ്പൊ യൂണ് പറയണ ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കും. എന്നാൽ ഇതേ സമയത്താണ് നിധ കയറി ആ ഒരു ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നും രക്തം പുറത്തേക്ക് ഒലിച്ചു വരുന്നതായിട്ട് ഇവർ കാണുന്നത്. വേഗം തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി ആ ഡോറിന്റെ ഹോളിലൂടെ ഇവർ നോക്കിയപ്പോൾ നിധയുടെ ഉള്ളിൽ നിന്നും ഒരുപാട് രക്തം പുറത്തേക്ക് വരികയാണ്. ആ രക്തം അവൾ കൈകൊണ്ട് നക്കി തുടച്ച് തിന്നുകയാണ്. ഇത് കണ്ട് പേടിച്ചുപോയ ആര്യ പെട്ടെന്ന് തന്നെ ആ ഒരു വാതിൽ ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് കയറുകയാണ്. എന്നാൽ ഉള്ളിൽ നോക്കുമ്പോൾ ആരെയും കാണാനില്ല. അവിടെ ഇപ്പോൾ നിധയില്ല. ആര്യ യൂണ് വേഗം തന്നെ രാഖയും നിധിയും ഇരുത്തി ആ ഒരു സ്ഥലത്തേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ രാഖ നല്ല ഉറക്കിലാണ്, അതുപോലെ തന്നെ നിധ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇവരെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇവിടെ മുഴുവനും ആൾക്കാരായിരുന്നല്ലോ, ഇപ്പൊ ഇവിടെ ഒരാൾ പോലും ഇല്ല. അതുപോലെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന രാഖയെ പെട്ടെന്ന് തന്നെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. രാഖ വേഗം എഴുന്നേൽക്ക്, പ്രശ്നമുണ്ട്. അങ്ങനെ രാഖ വേഗം എഴുന്നേൽക്കുകയാണ്. മാത്രമല്ല ആര്യയ്ക്കും യൂണിനും ഇപ്പോഴും മനസ്സിലാവുന്നില്ല നേരത്തെ അവിടെ കണ്ട നിധ അവൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇവിടെ വീണ്ടും തിരിച്ചെത്തിയത്. സംഗതി അല്പം പാളിപ്പോയി എന്ന് മനസ്സിലായി ഇവർ വേഗം തന്നെ അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു കടയിൽ മാത്രം ഒരാളെ കാണുന്നുണ്ട്. അപ്പൊ രാഖയും ആര്യയും ചെന്ന് ഇയാളോട് സഹായം ചോദിക്കുകയാണ്. ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് കടക്കണം, ഒന്ന് വഴി പറഞ്ഞുതരോ? എന്നാൽ ഇപ്പൊ അവിടുന്ന് എഴുന്നേറ്റ് ആ ആളുടെ മുഖം കണ്ട് ഇവര് ഞെട്ടിപ്പോവാണ്. പകുതി മാത്രമേ മനുഷ്യന്റെ മുഖമായിട്ടുള്ളത്, ബാക്കിയെല്ലാം വെന്ത് കരിഞ്ഞതുപോലെ കെടുക്കുകയാണ്. ഇപ്പൊ ആൾ ഇവരെ നോക്കിയിട്ട് പറയാണ്, മക്കളെ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇത് കണ്ട് പേടിച്ച് ഇവര് 4 പേരും അവിടുന്ന് ഓടുന്നുണ്ട് കേട്ടോ. ആ ഒരു പുൽമൈതാനം കടന്ന് പോവാൻ നിൽക്കുമ്പോൾ നമ്മുടെ യൂണിന് എന്തോ ഒരു സംശയം. ഇപ്പൊ ആ ഒരു പുൽമൈതാനത്തിന്റെ പുറത്തേക്ക് തന്നെ വന്ന് അവള് നോക്കുന്ന സമയത്ത് കുറച്ചു നേരം മുന്നേ അവിടെയുടെ ആൾക്കാര് മാത്രമാണ് കാണാതായത്. ഇപ്പൊ നോക്കുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഗ്രാമം പോലും അവിടെ ഇല്ല, എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. അതായത് നിമിഷ നേരങ്ങൾ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുകയാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ഇതേ നേരത്താണ് ആ പുൽമൈതാനത്തിന്റെ ഉള്ളിൽ വെച്ച് ചില സംഗീത ഉപകരണങ്ങളുടെ ശബ്ദവും അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ പാട്ടും ഇവർ കേൾക്കുന്നത്. പതിയെ പുല്ല് വകഞ്ഞു മാറ്റി ഇവർ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഗ്രാമത്തിലുണ്ടായിരുന്ന ആ ആൾക്കാർ ദാണ്ടെ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ ചില പൂജകൾ ചെയ്യുന്നു. എന്നാൽ അവരുടെ മുഖത്തൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട്. അത് മേക്കപ്പ് ചെയ്തതാണോ അല്ലെങ്കിൽ അവരുടെ സ്ഥായിയായിട്ടുള്ള മുഖം അങ്ങനെയാണോ എന്നൊന്നും അറിയില്ല. കണ്ടാൽ എന്തായാലും പേടിയാവും. വ്യത്യസ്തമായ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് അവരെന്തോ ഒരു പൂജ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് മലദൈവമായിട്ടുള്ള ദുസുൻ മായത്തിനായിട്ട് ഞങ്ങൾ വഴിതെറ്റി വരുന്നവരെ കാഴ്ച വെക്കും. എന്തായാലും ഇതെല്ലാം കേട്ട് പേടിച്ച പിള്ളേര് വീണ്ടും അവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാണ് കേട്ടോ. അങ്ങനെ രാത്രിയായി. ഇപ്പോഴും പുറത്തേക്ക് കടക്കാനുള്ള ആ ഒരു വഴി ഇവർ കണ്ടുപിടിച്ചിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ രാത്രിയിൽ ആ പുൽമൈതാനത്തിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ചുവന്ന ചോരക്കണ്ടുള്ള ഒരു പട്ടി വരികയാണ്. ആകെ പേടിച്ചു പോയി ഇവര്. എന്നാൽ ഇതേ നേരം ആ പട്ടിയുടെ കൂടെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പൻ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൂപ്പൻ ഇവരെ കണ്ടപാടനെ ചോദിക്കുന്നുണ്ട്, മക്കളെ നിങ്ങളൊക്കെ ഏതാ, എങ്ങനെ ഈ രാത്രിയിൽ ഈ കാട്ടിൽ വന്ന് പെട്ടത്? ഇത് ഇച്ചിരി അപകടം പിടിച്ച സ്ഥലമാണ്. എന്തായാലും അപ്പൊ തന്നെ പിള്ളേര് കാര്യങ്ങൾ പറയാണ്. വഴി തെറ്റി കയറിപ്പോയതാ, പക്ഷേ തിരിച്ചിറങ്ങാനുള്ള വഴി ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതേ നേരം തന്നെ ആ അപ്പൂപ്പൻ ഇവരോടൊരു കാര്യം ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾ വരുന്ന വഴിയിൽ ദാ ഈ ബോധമില്ലാതെ കിടക്കുന്ന ഈ പെൺകുട്ടി ഉണ്ടല്ലോ, ഇവൾ ആ ഒരു വെള്ളക്കെട്ടിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറെ ആളുകളുള്ള ഒരു ചന്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ പുൽമൈതാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പൂജ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായി എന്ന് രാഖയും ആര്യയും പറയാണ്. അപ്പൊ തന്നെ ആ അപ്പൂപ്പൻ പറയുന്നുണ്ട്, മക്കളെ ഇത് വലിയൊരു ട്രാപ്പാണ്, വലിയൊരു ചതിയിലാണ് നിങ്ങൾ വന്ന് പെട്ടിരിക്കുന്നത്. ഈ മലയിൽ ഒരു ചാത്തനുണ്ട്, ഒരു വലിയ പിശാചാണ്, അതിന്റെ പേര് ദുസുൻ മായിത്ത്. അതിനെ ആരാധിക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത്. ആ ഒരു പിശാചിന്റെ ദുസുൻ മായത്തിന്റെ ഒരു അംശം ഇപ്പൊ നിങ്ങളുടെ കൂട്ടുകാരി നിധയുണ്ടല്ലോ അവളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് പരസ്പര ബന്ധമില്ലാതെ അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ബോധമില്ലാതെ കിടക്കുന്ന നിധ പതി എഴുന്നേൽക്കാണ്. അവളുടെ കണ്ണുകളൊക്കെ വെള്ള നിറത്തിലേക്കായി മാറി. എഴുന്നേറ്റപാട് തന്നെ അവൾ പറയുന്നത്, മരണം, മരണം മാത്രം, നിങ്ങൾക്ക് എല്ലാവർക്കും മരണമാണ്. ഇത് പറഞ്ഞ് അവളുടെ ബോധം പോവാണ്. പെട്ടെന്ന് തന്നെ അപ്പൂപ്പൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിധയ്ക്ക് ബോധവും വരുന്നുണ്ട്. ഇപ്പൊ ഈ അപ്പൂപ്പൻ പറയാണ്, തൽക്കാലം ഇവളുടെ ഉള്ളിൽ നിന്നും ആ ഒരു പിശാച്
പിശാചിന്റെ സാന്നിധ്യത്തെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ തൽക്കാലികം മാത്രമാണിത്. നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ വേറെയും ചില കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതിന് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നേ മതിയാവുള്ളൂ. ഇപ്പൊ ഈ ഒരു അപ്പൂപ്പനെ വിശ്വസിക്കണോ വേണ്ടിയെന്ന് ഇവർക്ക് 4 പേർക്കും മനസ്സിലാവുന്നില്ല. എന്നാൽ ഈ കാട്ടിൽ ഇവർക്ക് രണ്ടാമത് വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അപ്പൂപ്പന്റെ കൂടെ പോകാമെന്ന് ഇവര് തീരുമാനിക്കുകയാണ്. പിന്നീട് കത്തിച്ച ഒരു റാന്തൽ വിളക്കുമായിട്ട് അപ്പൂപ്പൻ ആ ഒരു കാട്ടിലൂടെ മുന്നോട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരോടൊരു കാര്യം പറയുന്നുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തണം. അതിന് മുന്നേ എത്തിയിട്ടില്ലെങ്കിൽ അത് വലിയ അപകടമെന്ന് പറയണം. അങ്ങനെ അവർ അവസാനം ഈ അപ്പൂപ്പന്റെ വീട്ടിലേക്ക് എത്തി. മാത്രമല്ല അപ്പൂപ്പന്റെ ആ ഒരു നായയെ പുറത്തുണ്ടായിരുന്ന കൂട്ടിൽ അടച്ചു വെക്കുകയാണ്. എന്നിട്ട് ഇവരെല്ലാവരും അപ്പൂപ്പന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ തന്നെ പുറത്തുള്ള ഓരോ വിളക്കുകൾ കത്താൻ തുടങ്ങുകയാണ്. അതായത് അവിടെയുള്ള ഓരോ ആൾക്കാരും ഉണരാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ അപ്പൂപ്പൻ പറയുന്നുണ്ട്, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഞാൻ ഇവിടെ കത്തിച്ചു വെച്ച ഈ ചന്ദനത്തിരി ഉണ്ടല്ലോ, ഇത് കത്തുന്ന സമയത്ത് ആ പിശാചുകൾക്ക് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവില്ല. പിന്നീട് ഈ അപ്പൂപ്പൻ നിതയ്ക്ക് മാറ്റാനായിട്ട് ഒരു വസ്ത്രം കൊടുക്കുകയാണ്. ഇതിനുശേഷം അപ്പൂപ്പൻ അയാളുടെ മുറിയിലേക്ക് പോകുന്നത്. ഇതേ നേരം ആ മുറിയിൽ നീളത്തിൽ ഒരു പെട്ടി പോലെ എന്തോ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അതിനുള്ളിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടി ഈ അപ്പൂപ്പനോട് ദയനീയമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, പ്ലീസ് എനിക്കൊരു ഇച്ചിരി വെള്ളം തരൂ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഇവിടെ കിടക്കാൻ വയ്യ, സഹിക്കാൻ പറ്റുന്നില്ല. വളരെ ദയനീയമായിട്ട് ആ ഒരു പെൺകുട്ടി ചോദിച്ചിട്ടും ഈ അപ്പൂപ്പൻ പറയണ, ഇല്ല, ഒരു തുള്ളി വെള്ളം നിനക്ക് തരാൻ കഴിയില്ല, അവിടെ കിടക്കുന്നു പറഞ്ഞിട്ട് അപ്പൂപ്പൻ ഇപ്പൊ പിള്ളേരുടെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ അപ്പൊ തന്നെ പിള്ളേര് ചോദിക്കുന്നുണ്ട്, അല്ല അതാരാണ്, ഏതാണ് ആ ഒരു പെൺകുട്ടി, അവളെ എന്തിനാ അങ്ങനെ പൂട്ടി വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവൾക്ക് വെള്ളം കൊടുക്കാത്തത്? ഇപ്പൊ അപ്പൂപ്പൻ പറയാണ്, അത് മറ്റാരുമല്ല, എന്റെ മോള് തന്നെയാണ്, പേര് അമാരി. ചില വിഷയങ്ങളുണ്ട്, അതിപ്പോ നിങ്ങളോട് പറയാൻ പറ്റില്ല, എന്തായാലും നമുക്ക് ആ ചടങ്ങ് തുടങ്ങാന്ന് പറയണം. ഇപ്പൊ നിത ആ ഒരു വസ്ത്രമെല്ലാം മാറ്റി അവിടെ കിടക്കുകയാണ്. ആ ചടങ്ങ് തുടങ്ങുകയാണ്. പിന്നീട് ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അബോധാവസ്ഥയിൽ നിത പതിയെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഈ അപ്പൂപ്പനെ നോക്കിയിട്ട് പറയാണ്, നിനക്ക് ഇത്ര ധൈര്യോ, ഞങ്ങളുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള ദുസുൻ മായത്തിനെതിരെയായിട്ട് കർമ്മം ചെയ്യാൻ മാത്രം നിനക്ക് ഇത്ര ധൈര്യോ, ഒരിക്കലും ദുസുൻ മായത്ത് നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നിത പഴയതുപോലെ ബോധമില്ലാതെ അവിടെ കിടക്കുകയാണ്. എന്നാൽ ഇത് കേട്ടപാട് തന്നെ ഈ അപ്പൂപ്പൻ പറയണം, മക്കളെ, ആ പിശാചിനെതിരെയായിട്ട് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തത് ആ പിശാച് അറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ നിതയുടെ ഉള്ളിൽ നിന്നും ആ പിശാചിന്റെ സാന്നിധ്യം പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ രാത്രിയിൽ എന്തായാലും നിങ്ങൾ പുറത്തേക്ക് പോകണ്ട, നാളെ രാവിലെ നേരം വെളുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് പോയിക്കുമെന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാവരും വിശ്രമിക്കുകയാണ്. 4 പേരും കിടന്നുറങ്ങുന്നുണ്ട്. അർദ്ധരാത്രി. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിളക്കുകളും പൂർണ്ണമായിട്ടും കത്തിയല്ലോ. ഇപ്പൊ ഓരോ വീട്ടിന്റെ ഉള്ളിൽ നിന്നും ഓരോ ആൾക്കാരായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലാം ആത്മാക്കളാണ്. എന്നിട്ട് ഇവരെല്ലാവരും കാടിന്റെ ഒരു ഭാഗത്തേക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് ഉറങ്ങിക്കിടുന്ന നിത അവളും എഴുന്നേൽക്കാണ്. പക്ഷേ ഈ കാര്യമൊന്നും ആരും അറിയുന്നില്ല. എഴുന്നേറ്റതിന് ശേഷം നേരെ നിത പുറത്തേക്ക് പോയിട്ട് ചെയ്യുന്നത് ഒരു ജീവനുള്ള കോഴിയെ പിടിച്ച് അതിന് കഴുത്ത് പിരിച്ച് അതിലൊരൊറ്റ കടിയാണ്. എന്നാൽ അവളുടെ പിന്നാലെ എഴുന്നേറ്റ് വന്ന യോൺ ഇത് കാണുകയാണ്. അവൾ ആകെ പേടിച്ചു നേരെ തന്നെ അപ്പൂപ്പന്റെ അടുത്തേക്ക് ചെന്നിട്ട് അപ്പൂപ്പനോട് കണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരെല്ലാവരും വേഗം തന്നെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന നിത ഇവരെ കണ്ടപാട് തന്നെ അവൾ കാട്ടിലേക്ക് ഓടുകയാണ്. അവളുടെ പിന്നാലെ തന്നെ അപ്പൂപ്പൻ പോകാൻ നിൽക്കുമ്പോൾ ആരെയും രാഖയും പറയണം ഞങ്ങളും വരാന്ന്. അപ്പൊ അപ്പൂപ്പൻ പറയണം, വേണ്ട, നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ, നിങ്ങൾക്ക് ആകെ സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് ഈ ഒരു വീട്ടിൽ മാത്രമാണ്, ഞാൻ അവളെ കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് നേരെ അപ്പൂപ്പൻ കാട്ടിലേക്ക് പോവാണ്. കാട്ടിലേക്ക് പോയപ്പോ ഒരു കുറ്റിക്കാടിന്റെ ഭാഗത്തെത്തിയപ്പോ അതിന്റെ ഉള്ളിലായിട്ട് നിത നിൽക്കുന്നുണ്ട്. മോളെ, അവിടെ നിൽക്കണ്ട, വാ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് നിതയെ വിളിക്കുമ്പോൾ ഒരു വല്ലാത്ത രീതിയിൽ കളിയാക്കിക്കൊണ്ട് ഈ അപ്പൂപ്പനെ നോക്കി അവൾ ചിരിക്കുകയാണ്. ഇപ്പൊ ഒരു കൈ വന്ന് ആ കുറ്റിക്കാട്ടിന്റെ ഉള്ളിലേക്ക് അവളെ വലിച്ചു കൊണ്ടുപോവാണ്. അതേ നേരം തന്നെ മറ്റൊരു കൈ വന്ന് ഈ അപ്പൂപ്പനെയും ആ കാട്ടിന്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ബാക്കിയുള്ള 3 പേർ അപ്പൂപ്പന്റെ വീട്ടിൽ വെയിറ്റ് ചെയ്യാണ്. കുറെ നേരമായിട്ടും അപ്പൂപ്പനെ കാണാനില്ല. ഇപ്പൊ രാഖ പറയണം, അല്ല നമ്മളിങ്ങനെ നിന്നിട്ട് എന്താ കാര്യം, അപ്പൂപ്പൻ കുറെ നേരമായില്ലേ പോയിട്ട്, നമുക്കൊന്ന് കാട്ടിലേക്ക് പോയി നോക്കിയാലോ. എന്നാൽ ആരെയും യൂണും അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. ഇതേ നേരം തന്നെ അവിടെ കെട്ടിയിട്ട ഈ അമാരി ഉണ്ടല്ലോ, അതായത് അപ്പൂപ്പന്റെ മകള്, അവള് കിടന്ന് കരയാൻ തുടങ്ങാണ്. പ്ലീസ് ആരെങ്കിലും എനിക്ക് കുറച്ച് വെള്ളം കൊണ്ട് തരുമോ, നിങ്ങൾ ആ അപ്പൂപ്പനെ വിശ്വസിക്കാൻ നിൽക്കണ്ട, അയാൾ ചതിയനാണ്, അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും, ഒരു തുള്ളി വെള്ളമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ, പ്ലീസ് ദയവായിട്ട് എനിക്ക് ആ വെള്ളം തരൂ. ഇത് കേട്ടപാട് തന്നെ രാഖ ഒരു കപ്പിൽ വെള്ളം എടുത്ത് നേരെ അവളുടെ അടുത്തേക്ക് പോവാണ്, അതായത് അമാരിയുടെ അടുത്തേക്ക്. എന്നാൽ ഇതിനെ ആരെയും അതുപോലെ തന്നെ യോണും തടുക്കുന്നുണ്ട് കേട്ടോ. രാഖ വേണ്ട, അപ്പൂപ്പൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഇപ്പോ ആ ഒരു പെൺകുട്ടിക്ക് വെള്ളം കൊടുക്കണോ വേണ്ടിയോ എന്ന കൺഫ്യൂഷനിൽ ആ കൂടിനടുത്ത് രാഖ അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് കൂടിനുള്ളിൽ നിന്നും ഒരു കൈ വന്ന് അവന്റെ കാലിന് തട്ടുകയാണ്. ഇതേ നേരം അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കപ്പ് മറിഞ്ഞ് ആ വെള്ളം കൂട്ടിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ ദേഹത്തേക്കാവുകയാണ്. അത് ആയ അടുത്ത നിമിഷം തന്നെ ആ പെട്ടി പൊളിച്ച് ഈ പെൺകുട്ടി, അതായത് അമാരി, ചാടി എഴുന്നേൽക്കുകയാണ്. വല്ലാത്തൊരു ശക്തി അവൾക്ക് വന്നതുപോലെ, അതായത് ആ ഒരു പൈശാചിക ശക്തി അവളുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ആ ഒരു കൂടും പൊട്ടിച്ച് വീടിന്റെ വാതിലും ചവിട്ടി പൊളിച്ച് അവൾ ആ ഒരു കാട്ടിലേക്ക് ഓടിപ്പോവാണ്. അവളെ പിടിക്കാനായിട്ട് അവളുടെ പിന്നാലെ തന്നെ ആര്യയും യോണും രാഖി ഓടുകയാണ് കേട്ടോ. അങ്ങനെ അവര് നോക്കി നിൽക്കിയ ഒരു കുറ്റിക്കാട്ടിൽ വെച്ച് അമാരിയെ എന്തോ ഒന്ന് എടുത്ത് കൊണ്ടുപോകുന്നതായിട്ട് ഇവര് കാണുകയാണ്. പിന്നീട് അവിടെ ഭാഗം പരിശോധിച്ച സമയത്ത് ഒരു ഭാഗത്ത് നല്ല വെളിച്ചം വന്ന ഭാഗത്തേക്ക് ഇവര് ചെന്ന് നോക്കിയപ്പോൾ ഈ ഗ്രാമത്തിലെ ആൾക്കാർ വ്യത്യസ്തമായിട്ടുള്ള മേക്കപ്പും വസ്ത്രവും ധരിച്ചുകൊണ്ട് എന്തൊക്കെയോ ചില കർമ്മങ്ങൾ, ആഭിചാര ക്രിയകൾ അവിടെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രം
ധരിച്ച ഒരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഈ പമാരിയും കെട്ടിവെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിതയും കെട്ടിവെച്ചിട്ടുണ്ട്. അവർക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ഒരു ആടിന്റെ ദേഹത്ത് ഒരു മനുഷ്യന്റെ തലയുള്ളതുപോലെ ഒരു രൂപം അതിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? മാത്രമല്ല സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഇവർ മറ്റൊരു കാര്യം കാണുന്നത്. ഇവരെ പോലെ തന്നെ വഴിതെറ്റി വന്ന വേറെയും കുറച്ചധികം ആൾക്കാരെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവരെ എല്ലാം ബലി കൊടുക്കാൻ പോവാണ്. വെറും ബലിയല്ല, നരബലി. ആ കർമ്മത്തിനൊടുവിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ട് പേടിച്ച രാക്ക ഒന്ന് പിന്നിലേക്ക് നടക്കുകയാണ്. ആ സമയത്ത് ഒരു കമ്പിൽ അറിയാതെ ചവിട്ടിപ്പോയി. നല്ല ഒച്ച വന്നു. ആ ഒച്ച കേട്ടതും ഈ പിശാചുക്കൾ എല്ലാവരും ഇവരെ ശ്രദ്ധിക്കുകയാണ്. ഇവരെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇവര് വേഗം തന്നെ അവിടുന്ന് ഓടുന്ന ഭാഗത്ത് ഒരു ഗുഹ കണ്ടു. അതിന്റെ ആ ഒരു ചെറിയ ഭാഗത്തിലൂടെ ഇവർ ഉള്ളിലേക്ക് കയറി ഒരു ചെറിയ കല്ല് വെച്ച് അതിന്റെ ആ ഒരു മുഖഭാഗം ഇവർ അടച്ചു വെക്കുകയാണ്. ഇനി സേഫാണ് എന്ന് കരുതിയിട്ട് ആ ഒരു ഗുഹയിൽ പേടിച്ച് തന്നെ ഇവർ ഒളിച്ചിരിക്കുകയാണ്, ശബ്ദമുണ്ടാക്കാതെ. പിന്നീട് ഈ ഗുഹയിൽ നിന്നും ഈ വഴിയല്ലാതെ മറ്റേതെങ്കിലും വഴിയിലൂടെ പുറത്ത് കടക്കാൻ പറ്റുമോ എന്നിവരിങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വഴിയും കാണുന്നില്ല. ഇവരാകെ പേടിച്ചുപോയി. അതായത് ഉള്ളിലേക്ക് കയറി, പക്ഷെ പുറത്തേക്ക് കടക്കണ്ടേ, ഇനി ഇവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിക്കേണ്ടി വരുമോ എന്നൊക്കെ ഇവരിങ്ങനെ പറയുമ്പോൾ രാക്ക ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം നമുക്ക്, എന്തായാലും സൂര്യൻ ഉദിക്കട്ടെ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ പ്രേതങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പം നമുക്ക് രക്ഷപ്പെടാന്ന് പറയാണ്. തൽക്കാലം ഈ രാത്രിയിൽ ഇവിടെ തന്നെ താമസിക്കാന്ന് ഇവർ തീരുമാനിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ യോൺ ഒരു കാര്യം കാണുന്നത്. ആ ഗുഹയുടെ ഉള്ളിലായിട്ട് പലതരം ഗുഹാ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങളിലൂടെ ഈ കാടിന്റെ ആ രഹസ്യം ഇവർക്ക് മനസ്സിലായി. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ കാട്ടിൽ വലിയൊരു പൈശാചികമായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നു, ദുസുൻമായിത്ത്. അതിനുവേണ്ട കാര്യങ്ങൾ ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് ആ പിശാച് മനുഷ്യരെ വഴിതെറ്റിച്ച് ഈ കാട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അതിന്റെ ആത്മാക്കളെ, അതായത് മനുഷ്യരുടെ ആത്മാക്കളെ കീഴ്പ്പെടുത്തും. സ്വന്തമായി ആത്മാവില്ലാത്തതുപോലെ ഒരു ശരീരമായി മാറും പിന്നീട് ഇങ്ങോട്ടേക്ക് വഴിതെറ്റി വരുന്ന മനുഷ്യര്. അവരെ പിന്നീട് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് ആ പിശാചായിരിക്കും, ദുസുൻമായിത്ത്. അങ്ങനെ ആ പിശാച് അതിനുവേണ്ടി കുറച്ച് അടിമകൾ ഉണ്ടാക്കി. പിന്നീട് ഓരോ വർഷവും വഴിതെറ്റി ഈ കാട്ടിലേക്ക് വരുന്ന ആൾക്കാരെ ഒരു പ്രത്യേക ദിവസത്തിൽ ഒരു പൂജ ചെയ്തിട്ട് അവരെ ഏകദേശം കൊന്നു എന്ന് പറയാം, പൂർണ്ണമായിട്ടും കൊല്ലുകയല്ല, ഏകദേശം അവരുടെ ആ ഒരു ആത്മാവിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു ബലി നടത്തി ആ മനുഷ്യരെയും ഈ ഒരു പിശാചിന്റെ അടിമയാക്കി മാറ്റും. ആ ചടങ്ങ് എല്ലാ കൊല്ലവും നടക്കും. ഒരുപാട് പാവങ്ങൾ ഇതുപോലെ വഴിതെറ്റി ഇവിടെ വന്ന് പെട്ട് ആ പിശാചിന്റെ അടിമകളായിട്ട് ഈ ഗ്രാമത്തിൽ അങ്ങനെ ജീവിച്ചു പോവാണ്. അപ്പൊ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി. അതായത് ആ അപ്പൂപ്പിന്റെ മകളായിട്ടുള്ള അമാരിയെയും അതുപോലെ തന്നെ ഇവരുടെ കൂട്ടുകാരിയായിട്ടുള്ള നിതയെയും ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നത് ആ പിശാചിന്റെ അടിമയാക്കാനാണ്, ഒരു ബലിയിലൂടെ. അപ്പൊ എങ്ങനെയെങ്കിലും നിതയെ രക്ഷപ്പെടുത്തിയേ മതിയാവുള്ളൂ. അതെങ്ങനെ ചെയ്യും എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ആ പാറയുടെ വിടവിലൂടെ ഒരു കൈ വന്ന് യോൺ ഒരറ്റപ്പെടുത്താണ്. ഇവരാകെ പേടിച്ചുപോയി. വേഗം തന്നെ ആര്യയും രാക്കയും കൂടെ അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. പിന്നീട് നോക്കുമ്പോഴാണ് ഈ ഗുഹയുടെ പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ഹോളുകളുണ്ട്. ആ ഹോളിലൂടെ ഈ ആത്മാക്കളില്ലാതെ പിശാചായി മാറിയ മനുഷ്യന്മാര് ഉള്ളിലേക്ക് അങ്ങനെ കയറി വരികയാണ്. ഇവരൊന്നും നോക്കിയില്ല. ഇവര് വന്ന ആ ഒരു മെയിൻ ഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ ആ ഒരു കല്ല് തള്ളി മാറ്റി അതിലൂടെ തന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ്. അതായത് ഇവിടെ വെച്ചൊരു കാര്യം മനസ്സിലായി, ഈ കാട്ടിൽ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലവുമില്ല, ആ അപ്പൂപ്പന്റെ വീട് ഒഴികെ. അപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോവാം. അങ്ങനെ ഇവര് 3 പേരും അങ്ങോട്ടേക്ക് ഓടുകയാണ്. ആ വീട് എത്താനായിട്ടുണ്ട്. എന്നാൽ അവിടെ എത്തുന്നതിന്റെ കുറച്ച് മുന്നേ നമ്മുടെ രാക്ക കാലി തന്നെ താഴേക്ക് വീഴാണ്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ആര്യയും യൂണും കൂടെ ആ വീട്ടിലേക്ക് എത്തി. അവര് സേഫായിട്ട് ഉള്ളിലേക്ക് കയറി. പക്ഷേ രാക്കയെ അവന്റെ പിന്നാലെ വന്ന ആ ആത്മാക്കള് തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ്. എന്തായാലും ആര്യയും യൂണും ഇപ്പൊ സേഫായിട്ട് ആ വീട്ടിൽ കയറിയല്ലോ. എന്നാൽ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ആര്യ അപകടം മനസ്സിലാക്കിയത്. അതായത് അപ്പൂപ്പന് പറഞ്ഞിട്ടുണ്ട്, അവിടെ കത്തിച്ചു വെച്ച ആ ഒരു ചന്ദനത്തിരി അത് കത്തുന്ന സമയത്ത് മാത്രമേ ഈ ഒരു വീട് സേഫായിട്ട് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് പിശാചുക്കൾ ഇങ്ങോട്ടേക്കും വരാം. ഇപ്പൊ അത് പൂർണ്ണമായിട്ടും കത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവര് വേഗം തന്നെ അവിടെ ഫുള്ളായിട്ട് തപ്പി നോക്കുകയാണ്, ഇതുപോലെ വേറൊന്നും ഉണ്ടോ എന്ന്. എന്നാൽ അപ്പോഴേക്കും പിശാചുക്കൾ ആ ഒരു വീടിന്റെ ചുറ്റും വളഞ്ഞിട്ടുണ്ട്. പതിയെ വന്ന് വാതിൽ അവറ്റകൾ തല്ലി പൊളിക്കാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്തിന് നമ്മുടെ യോൺ പോയിട്ട് അവിടുത്തെ കട്ടിലിനടിയിലും അതുപോലെ ആര്യ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫിന്റെ പിന്നിൽ പോയിട്ട് വിളിക്കുകയാണ്. ഇപ്പൊ ഉള്ളിലേക്ക് വന്ന പിശാചുകൾ അവിടെ മുഴുവനും ഇവരെ തപ്പുകയാണ്. പക്ഷെ ഇവരെ കാണാത്തത് കൊണ്ട് തന്നെ പിശാചുകൾ തിരിഞ്ഞു പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ആര്യ പറയാണ്, പിന്നിലൊരു വാതിലുണ്ട്, നമുക്ക് അതുവഴി രക്ഷപ്പെട്ടാലോ എന്ന്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങാൻ വരെ പേടിയായിട്ടുള്ള യൂണ് പറയാണ്, അയ്യോ എനിക്ക് അതിനുള്ള ധൈര്യമില്ലാന്ന്. പെട്ടെന്നാണ് വീടിന്റെ ആ ഒരു ചുമര് പൊളിച്ചുകൊണ്ട് യൂണിന്റെ കഴുത്തിൽ ഒരു പിശാച് വന്ന് പിടിക്കുന്നത്. അതോടെ ഇവർക്ക് മനസ്സിലായി ഇതിനുള്ളിൽ അവർ ഒളിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം പിശാചുകൾക്ക് മനസ്സിലായി. പിന്നീട് ജനലും വാതിലും മേൽക്കൂരി എല്ലാം പൊളിച്ച് ഒരുപാട് പിശാചുകൾ ഉള്ളിലേക്ക് വരികയാണ്. കയ്യിൽ കിട്ടിയ ഓരോ സാധനം വെച്ചും ആര്യയും യൂണും അവറ്റകളെ അടിച്ചോടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും സംഭവിക്കുന്നില്ല. അവസാനം ഒരുപാട് പിശാചുക്കൾ വന്ന് ഇവരെ അടിച്ച് ബോധം കെടുത്തി ഇവിടുന്ന് കൊണ്ടുപോവാണ്. ഇനി കഥയുടെ ബാക്കി കേൾക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണേ, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പൊ നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ഈ പിശാചുകളുടെ അടി കൊണ്ട് ബോധം കെട്ട് താഴെ വീണ ആര്യ അതുപോലെ തന്നെ യൂൺ രണ്ടുപേരും കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവരുണ്ടായിരുന്നത് ഒരു കൂട്ടിന്റെ ഉള്ളിലായിരുന്നു. എന്നാൽ അവരെ പോലെ തന്നെ ആ അപ്പൂപ്പനെയും അതുപോലെ തന്നെ നമ്മുടെ രാഖയും മറ്റൊരു കൂട്ടിൽ
പൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഇവരെ ആ ഒരു പിശാചുകൾ കൊന്നിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ ആ അപ്പൂപ്പന്റെ മുഖമുണ്ടല്ലോ ചെറുതായിട്ട് മാറുകയാണ്. കണ്ണുകളിലൊക്കെ ആ കറുത്ത നിറം പോയി വെറും വെള്ള നിറം മാത്രമായിട്ട് വരികയാണ്. ആ സത്യം ഇപ്പൊ ഒരാൾക്ക് മനസ്സിലാക്കുകയാണ്. ഇവർ ഇത്രയും നേരം സഹായിച്ച ഈ അപ്പൂപ്പനും ഒരു പിശാചി തന്നെയാണ്. അപ്പൊ അപ്പൂപ്പൻ പറയണം, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം സത്യമാണ്. ഞാനും ഈ പിശാചുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. 10 വർഷം മുന്നേ നിത വീണതുപോലെ വഴിതെറ്റി ആ കുളത്തിലേക്ക് ഞാൻ വീണു. ഈ ഗ്രാമത്തിലേക്ക് എത്തിപ്പെട്ടു. ഇവരെന്നെ ഒരു പിശാചാക്കി മാറ്റി. അതായത് മനുഷ്യൻ എന്ന നിലയിൽ എന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ആത്മാവിനെ ദുസുൻമായിത്ത് എന്ന ആ ഒരു പിശാചിനെ ഇവർ കൊടുത്തു. അതായത് ഞാനും ഒരു പിശാചായി മാറി പിന്നീട്. എന്നാൽ ഇത് ഒറ്റയടിക്ക് നടക്കുന്ന ഒരു കാര്യമല്ല. പതിയെ പതിയാണ് ഒരു പിശാചായി ഒരാൾ മാറുക. എന്നാൽ എന്റെ മനസ്സിന് ഭയങ്കരമായ മാനസികമായ ശക്തി ഉണ്ടായതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷമായി ഒരു പൂർണ്ണ പിശാചായി മാറാതെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാണ്. മാത്രമല്ല വഴിതെറ്റി ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ബാക്കിയുള്ള പിശാചുക്കളും ഇവരുടെ എല്ലാം രാജാവായിട്ടുള്ള ദുസുൻമായിത്തും അറിയാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നവരെ സഹായിക്കും. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു പെട്ട ആളാണ് എന്റെ മകള്. കാണാതായി എന്നെ തേടി വന്നതാണ് അമാരി. പക്ഷെ എന്നെ പോലെ മാനസികമായ ശക്തി അവൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അവളൊരു പിശാചായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവളെ ഞാൻ ഒരു കൂട്ടിൽ പൂട്ടിയിട്ടത് അവൾ പുറത്തേക്ക് എവിടേക്കും പോവാതിരിക്കാനായിട്ടാണ്. പക്ഷേ ഇപ്പൊ ആ ഒരു കൂട് പൊട്ടിച്ച് അവൾ പുറത്തേക്ക് വന്നു. അതുപോലെ തന്നെ ഈ ഒരു ദുസുൻമായിത്ത് എന്ന് പറഞ്ഞ പിശാചിന് ഓരോ വർഷവും 21ഓളം ബലികൾ ആവശ്യമാണ്. ഏകദേശം 10-18 ബലികൾ അവർ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതായത് മനുഷ്യരെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ രാഖിക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് അധികം വൈകാതെ തന്നെ അവിടെ ബോധമില്ലാതെ കിടക്കുന്ന നിത, അമാരി ഇവര് രണ്ടുപേരെയും ഈ പിശാചുക്കൾ ഇപ്പോൾ ബലി കൊടുക്കും. അവരുടെ ആ ഒരു ആരാധന മൂർത്തിയായിട്ടുള്ള ദുസുൻമായിത്തിന് വേണ്ടിയിട്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അവരെ രക്ഷപ്പെടുത്തണം. ഞാൻ അവരുടെ ശ്രദ്ധ തിരിച്ചോളാം. ആ സമയത്ത് നിങ്ങൾ പോയിട്ട് അവരെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ആര്യ പറയണം, അപ്പൊ നീ എന്താക്കും, നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ? രാഖ പറയണം, തൽക്കാലം നിങ്ങൾ അതൊന്നും നോക്കേണ്ട. എനിക്കിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവനാണ്. ആദ്യമൊന്നും ഇവരാരും സമ്മതിച്ചില്ല കേട്ടോ. എന്നാൽ ഇതിനിടയിൽ രാഖ എങ്ങനെയൊക്കെയോ അവന്റെ കെട്ടുകൾ അഴിച്ചു ബാക്കിയുള്ളവരുടെ കെട്ടുകളും അഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവരെ പുറത്തേക്ക് ഇറക്കിയിട്ട് പറയണം, ഞാൻ എന്തായാലും ഈ പിശാചുകളുടെ ശ്രദ്ധ മാറ്റാൻ പോവുകയാണ്. ഈ നേരത്തെ നിങ്ങൾ പോയിട്ട് ബോധമില്ലാതെ കിടക്കുന്ന നിത അതുപോലെ തന്നെ അമാരി ഇവര് രണ്ടുപേരെയും തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. അപ്പൊ അപ്പൂപ്പൻ പറയാണ്, കുറച്ചു നേരത്തേക്ക് എനിക്ക് അവരെ രണ്ടുപേരെയും കിട്ടിയാൽ മതി. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് ഞാൻ അവരെ രക്ഷപ്പെടുത്താൻ നോക്കിക്കോളാം. ഇതേ നേരം തന്നെ ആ പിശാചുക്കളാണെങ്കിൽ നിത, അമാരി അവരെ പോലെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെല്ലാം ബലി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ കൂട്ടത്തില് ഒരു സ്ത്രീ ആയിട്ടുള്ള പിശാചു വന്നിട്ട് ഒരു പ്രത്യേകതരം വസ്ത്രമെല്ലാം ധരിച്ച് ഒരു ഡാൻസ് അങ്ങനെ കളിക്കുകയാണ്. അതിനൊടുവിൽ ഓരോരുത്തരുടെ കഴുത്തിലും ചവിട്ടി അവരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് നിതയുടെ കഴുത്തിലാണ് ചവിട്ടാൻ പോകുന്നത്. അപ്പൊ തന്നെ രാക്ക ആ കാട്ടിൽ ഒളിച്ചിരിക്കുകയാണല്ലോ. അവൻ ഒച്ച ഉണ്ടാക്കുകയാണ്. അവന്റെ ഒച്ച കേട്ടപ്പോൾ എല്ലാ പിശാചുകളും അവനെ കാണുകയാണ്. എല്ലാവരും കൂടെ അവനെ പിടിക്കാനായിട്ട് ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ രാക്ക ആ കാട്ടിൽ നിന്നും എഴുന്നേറ്റ് ഓടി. ഇപ്പൊ അവിടെ ആരുമില്ല. ആ തക്കം നോക്കിയിട്ട് ആര്യയും യൂണും അതുപോലെ തന്നെ നമ്മുടെ അപ്പൂപ്പനും പോയിട്ട് ബോധം കെട്ട് കിടക്കുന്ന അമാരിയും അതുപോലെ തന്നെ നിതയും എഴുന്നേൽപ്പിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും പിശാചിന്റെ ആ ഒരു കെട്ടുകളിൽ നിന്നും അവർ പുറത്തേക്ക് വന്നിട്ടില്ല. തൽക്കാലം അവരിപ്പോൾ എഴുന്നേറ്റ് നിർത്തിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം. ഇതേ നേരം തന്നെ ആര്യ വിചാരിക്കുകയാണ്, എന്തായാലും ഇവരെ രക്ഷപ്പെടുത്തിയല്ലോ. രാഖയുടെ പിന്നാലെ ആ പിശാചുകൾ പോവാണ്. അവൻ എന്തായാലും പോയിട്ട് സഹായിക്കണം. അവന്റെ അടുത്തേക്ക് പോവാന്ന് ആര്യ തീരുമാനിക്കുകയാണ്. അങ്ങനെ രാഖയെ രക്ഷപ്പെടുത്താനായിട്ട് ആര്യ പോകുമ്പോൾ അവന്റെ മുന്നിലേക്ക് 2-3 പിശാചുകൾ വന്ന് വീഴുന്നുണ്ട്. എങ്ങനെയൊക്കെയോ അതിനെല്ലാം ചവിട്ടി താഴെയിട്ട് രാഖയുടെ അടുത്തേക്ക് ആര്യ പോവാണ്. എന്നാൽ ഇതേ നേരം തന്നെ രാഖ ഓടിപ്പോയത് അപ്പൂപ്പന്റെ ആ ഒരു വീട്ടിലേക്കാണ്. അതിന്റെ ഉള്ളിൽ കയറാൻ നിൽക്കുമ്പോഴേക്കും അതിന്റെ വാതിൽ തനിയെ അടഞ്ഞു പോവാണ്. അവൻ ആ വീട്ടിന്റെ ഉള്ളിൽ കയറി രക്ഷപ്പെടാൻ പറ്റിയില്ല. അപ്പോഴേക്കും പിശാചുകൾ അവനെ വളയുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് വന്നു. അവന്റെ നെഞ്ചിലേക്ക് ഒരു പിശാച് കൈ തുളച്ച് കയറ്റി അവന്റെ ഹൃദയം പറിച്ചെടുക്കുകയാണ്. അതായത് രാഖ അവിടെ വെച്ച് തന്നെ മരിച്ചു പോവാണ്. സ്വന്തം കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവന്റെ ജീവൻ അവൻ ത്യാഗം ചെയ്തിരിക്കുകയാണ്. ഇതേ നേരം രാഖയുടെ അടുത്തേക്ക് എത്താനായിട്ട് ആര്യക്ക് പറ്റിയില്ല കേട്ടോ. അവൻ അവിടെ നിന്ന് ഇപ്പോൾ തിരിഞ്ഞോടുകയാണ്. കാരണം അത്രയും പിശാചുകൾ അവനെയും പിടിക്കാൻ നിൽക്കുകയായിരുന്നു. ഇതേ നേരം തന്നെ ബോധമില്ലാത്ത നിത അതുപോലെ അമാരി ഇവരെ രണ്ടുപേരെയും കൊണ്ട് പോകുന്ന നമ്മുടെ അപ്പൂപ്പനും അതുപോലെ തന്നെ യൂണും ഇവരെ കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം നിതയ്ക്കും അമാരിക്കും ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അവർ നടക്കുന്നില്ല. അവരവിടെ വീണ് പോയിട്ടുണ്ട്. ഇപ്പൊ അപ്പൂപ്പൻ പറയാണ്, ഈ നിതയ്ക്കും അതുപോലെ തന്നെ അമാരിക്കും മാനസികമായിട്ടുള്ള ഒരു പവർ ഇല്ലാത്തത് കൊണ്ടാണ് പിശാചിന്റെ കെട്ടുകളിൽ ഇവർ പെട്ടുപോകുന്നത്. ഇവർക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്തത്. ഇതെല്ലാം കണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന യോണിന്റെ അടുത്ത് അപ്പൂപ്പൻ പറയണം, മോൾ എന്തായാലും പേടിക്കേണ്ട, നമുക്കൊരു വഴി കണ്ടുപിടിക്കാം. ഇതേ നേരത്തെ തന്നെ ദേഹത്ത് കുറെ മുറിവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആര്യ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ആര്യയുടെ യോണി ചോദിക്കുന്നുണ്ട്, രാഖ എവിടെ, അവന് കിട്ടിയില്ലേ? ഇപ്പൊ ആര്യ പറയാണ്, എനിക്ക് അവന്റെ അടുത്തേക്ക് എത്താൻ പറ്റിയില്ല. അപ്പോഴേക്കും ഒരുപാട് പിശാചുകൾ വന്നു എന്ന് പറയാണ്. എന്നാൽ ആര്യ ഇവരുടെ അടുത്തേക്ക് എത്തിയ സമയത്ത് തന്നെ ആ ഒരു ഏരിയ മുഴുവനായിട്ടും ഈ പിശാചുകൾ വളയാണ്. ചുറ്റും രക്ഷപ്പെട്ട് ഓടാനായിട്ട് ഒരു സ്ഥലം പോലും ഇല്ല. 100% പെട്ടു എന്ന് തന്നെ ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ആ പിശാചുകൾ പതിയെ ഇവരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഒരു വല്ലാത്ത അശരീരി അവിടെ മുഴുവനും കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതേ നേരം അവിടെ ഉണ്ടായിരുന്ന എല്ലാ പിശാചുകളും കൈ ഒരു പ്രത്യേക രീതിയിൽ പിടിച്ചുകൊണ്ട് മുട്ടുകുത്തി അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആരെയും അതുപോലെ തന്നെ യോണും നോക്കുമ്പോൾ കണ്ടാൽ പേടിയാകുന്ന ഒരു ഭീകര രൂപം വന്നു നിൽക്കുകയാണ്. ഇതാണ് ഇവരെല്ലാവരും ആരാധിക്കുന്ന, അതായത് ഈ പിശാചുക്കൾ ആരാധിക്കുന്ന അവരുടെ ആരാധനാ മൂർത്തിയായിട്ടുള്ള ദുസുൻമായിത്ത് എന്ന ഒരു പിശാച്. ദുരൂഹമായ ഈ കാടിനെ അടക്കി ഭരിക്കുന്നവൻ. തീ പാർന്ന ഒരു കിരീടവും ചൂടിക്കൊണ്ട്
ആ പിശാജ് ദുസുൻ മായിത്തിപ്പോ നമ്മുടെ അപ്പൂപ്പനെ നോക്കിയിട്ട് ഒരു കാര്യം പറയാണ്. എനിക്ക് വേണ്ട 21ാമത്തെ ബലി നടക്കാൻ നിൽക്കുമ്പോഴാണ് ആ ബലിയെ നിങ്ങൾ തടുത്തത്. എന്നാൽ നിതക്ക് പകരം രാക്കയെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബലി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. എന്റെ ശക്തിയും നാളുകൾ കൂടുന്തോറും കൂടിക്കൂടി വരികയാണ്. പക്ഷേ എന്റെ ആളുകളുടെ കൂടി എന്റെ ആളുകളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ നീ ചതിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ മകളായിട്ടുള്ള അമാരി അവളെയും എനിക്ക് ബലിയായിട്ട് വേണമെന്ന് പറയാണ്. വളരെ ദേഷ്യത്തില് കോപത്തോടെ സംസാരിക്കുന്ന ആ ഒരു പിശാചിനോട് ഇപ്പൊ അപ്പൂപ്പൻ പറയണം, ദയവ് ചെയ്തിട്ട് എന്റെ മകളെ നീ എടുക്കരുത്. വേണമെങ്കിൽ എന്നെ പൂർണ്ണമായിട്ട് എടുത്തോ. ഞാൻ ഇപ്പോഴും നിന്റെ കീഴിലുള്ള ഒരു പിശാചായി ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. മാനസികമായ ശക്തിയുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോഴും ഒരു മനുഷ്യനാണ്. നിനക്ക് നിന്റെ ദേഷ്യം എന്നോട് തീർക്കാം. ഞാൻ പൂർണ്ണമായിട്ടും നിനക്ക് കീഴ്പ്പെട്ട് നിൽക്കാം. എന്നെ എങ്ങനെ വേണമെങ്കിലും നീ ശിക്ഷിച്ചോ. പക്ഷേ എന്റെ മകളെയും അതുപോലെ തന്നെ ഈ പിള്ളേരെയും നീ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാനിവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നിനക്ക് വേണ്ട ബലി കിട്ടിക്കഴിഞ്ഞില്ലേ, പിന്നെ എന്നെയും ഞാൻ തരാൻ വേണ്ടി പോവാണ്. ഈ ഒരു ഡീല് നീ സ്വീകരിക്കണം എന്ന് പറയണം. ഇത് കേട്ട സമയത്ത് ആ പിശാച് പറയണം, ഞാൻ സാധാരണ ഇത് അംഗീകരിച്ചു കൊടുക്കാത്തതാണ്. എന്നാലും എനിക്ക് ആവശ്യമായിട്ടുള്ള ബലി പൂർത്തിയായതുകൊണ്ട് തന്നെ ഈ ഡീലിന് ഞാൻ സമ്മതിക്കുകയാണ്. അതായത് ഈ ഒരു പിള്ളേരെ ഒന്നും ചെയ്യില്ല എന്ന് ആ പിശാച് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ബാക്കിയുള്ള പിശാചുകൾ വന്നിട്ട് ഈ അപ്പൂപ്പനെ ഇവിടുന്ന് കൊണ്ടുപോവാണ്. അതുപോലെ തന്നെ ആര്യ, യോൺ, നിത, അതുപോലെ അമാരി, ഇവർക്ക് ഈ കാട്ടിൽ നിന്നും എങ്ങനെ പുറത്തേക്ക് പോകണമെന്ന് ഇപ്പോഴും അറിയില്ല. എന്തായാലും പിശാചുകൾ വന്ന് വഴി കാണിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഈ സമയത്ത് യോണ് ആര്യയോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇത്രയും കാലം എന്റെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടെന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചിട്ടില്ല. പലപ്പോഴും ആ ഒരു ശക്തി എന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് ഫീൽ ആവാറുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരോടും ഞാൻ നുണ പറഞ്ഞു. എന്റെ അമ്മയുടേതായ ആ ഒരു ശക്തി എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ അത് വലിയൊരു തെറ്റാണ്. എന്റെ അമ്മ എനിക്ക് തന്ന ആ ഒരു കഴിവ് അത് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. എന്റെ ഉള്ളിലേക്ക് ഞാനൊന്ന് നോക്കുകയാണ്. ചിലപ്പോൾ ആ ഒരു ശക്തി ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് അവൾ പറയുന്നുണ്ട്. പിന്നീട് പൂർണ്ണമായ മനസ്സാന്നിധ്യം കൊണ്ടുവന്ന് യൂൺ ഒന്ന് കണ്ണടക്കുകയാണ്. പിന്നീട് അവൾ നോക്കുമ്പോൾ അവൾക്ക് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു വഴിയുണ്ടല്ലോ, അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആരെയും ബാക്കിയുള്ള ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് അവൾ പതിയെ പതിയെ ആ ഒരു കാട്ടിന്റെ പുറത്തേക്ക് പോവാണ്. ഇതേ നേരം തന്നെ ബാക്കിയുള്ള പിശാചുക്കൾ അവരുടെ ആ ഒരു ബലി അത് പൂർത്തിയാക്കുകയാണ്. ഡാൻസ് കളിക്കുന്ന ആ ഒരു പിശാച് അങ്ങോട്ടേക്ക് വന്നു. അതുപോലെ തന്നെ രാഖയുടെ മൃതദേഹം അവിടെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല അപ്പൂപ്പന്റെ ബോഡിയും അവിടെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ഡാൻസിലൂടെ ഇവരുടെ നെഞ്ചത്ത് ചവിട്ടി പൂർണ്ണമായിട്ടും ദുസുൻ മായത്തിന് ഇവരുടെ ശരീരം കാണിക്കു വെക്കുകയാണ്. ഇതേ നേരം യൂണും ആര്യയും നിതയും അമാരിയും കൂടെ ആ ഒരു ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരുപാട് പിശാചുകൾ ഇവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ ഒരൊറ്റ പിശാച് പോലും ഇവരെ തൊടാൻ വരുന്നില്ല. കാരണം ദുസുൻ മായത്തിന്റെ കൽപ്പനയുണ്ട്, ഒരാളെയും തൊടാൻ പാടില്ല എന്ന്. എന്തായാലും കാടിന്റെ ആ ഭാഗത്ത് നിന്ന് കുറച്ചധികം ദൂരത്തേക്ക് ഇവർ നടന്നു പോയപ്പോൾ പെട്ടെന്ന് 4 പേരുടെയും ബോധം നഷ്ടമാവുകയാണ്. പിന്നീട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവർ ദുരൂഹമായ ആ ഒരു കാട്ടിന്റെ ഉള്ളിലല്ല, ആ കാടിന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബോധം വന്ന സമയത്ത് തന്നെ അമാരിക്ക് ഒരു കാര്യം മനസ്സിലായി, അവളുടെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെന്ന്. സോ വിഷമം കൊണ്ട് അവൾ കിടന്ന് കരയാണ്. അതുപോലെ തന്നെ ബോധം വന്നപ്പോൾ നിത ചോദിക്കുന്നത് രാഖ് എവിടെയെന്നാണ്. നടന്ന എല്ലാ കാര്യങ്ങളും ആര്യയും യൂണും പറഞ്ഞു കൊടുത്തപ്പോൾ നിത ഭയങ്കരമായിട്ട് ഇരുന്ന് കരയാൻ തുടങ്ങുകയാണ്. അതായത് രണ്ടുപേർക്കിടയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പ്രണയമാണ് നിതയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. രാഖയാണ് നഷ്ടമായിട്ടുള്ളത്. സോ അവൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല. എന്തായാലും അധികം വൈകാതെ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് ഓടിക്കൂടുകയാണ്. അതായത് കാണാതായ ഈ പിള്ളേരെ തേടിയാണ് ഇവർ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കാട് മുഴുവനും ഈ ആൾക്കാർ അരിച്ച് പെറുക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇത് കേട്ട ആര്യ ആകെ ഞെട്ടിപ്പോവാണ്. അതായത് ആ ഒരു പിശാചുക്കളുടെ ലോകത്തിൽ ചെന്നുപെട്ട് ആകെ ഒരു ദിവസമായിട്ടുള്ളൂ. എന്നാൽ മനുഷ്യരുടെ ലോകത്തിപ്പോ ഒരാഴ്ചയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതായത് ആ ഒരു ലോകം അത് വേറെ തന്നെ ഒരു ഡയമെൻഷനാണ്. അവിടുത്തെ സമയം വളരെയധികം ഫാസ്റ്റ് ആണ്. ഭൂമിയിലേക്കാളും 7 ഇരട്ടി വേഗതയുള്ള സമയമാണ് അവിടെ. ഒരു അത്ഭുതമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു ലോകം. അവിടുന്നാണ് ഇവരിപ്പോ രക്ഷപ്പെട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല ആര്യയുടെയും യൂണിന്റെയും നിതയുടെയും ഇവരുടെ എല്ലാം പാരന്റ്സ് വന്നിട്ടുണ്ട്. മക്കളെ തിരിച്ചു കിട്ടിയല്ലോ. അതിൽ തന്നെ അവർ വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു പോവാണ്. ആര്യയും യൂണും നിതയും കൂടെ ആ കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. രാഖിക്ക് വേണ്ടി ഒരു കല്ലറ പോലെ അവിടെ പണിത് വെക്കുന്നുണ്ട് അവന്റെ ഓർമ്മയ്ക്കായിട്ട്. അവന് ഓർത്തിട്ട് 3 പേർക്കും ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് അവൻ ഓർത്തുകൊണ്ട് തന്നെ ആ ഒരു കാട് വിട്ട് അവരിറങ്ങുകയാണ്. ഇവിടെ വെച്ച് സിനിമ തീരുകയാണ്. മാത്രമല്ല ഒരു കാര്യം അവസാനത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. ശരിക്കും ഇന്തോനേഷ്യയിൽ ഇങ്ങനെ ഒരു കാടുണ്ട്. കാട്ടിലേക്ക് ട്രക്കിങ്ങിന് പോയ പലരെയും കാണാതായിട്ടുണ്ട്. അവർക്ക് എന്ത് പറ്റിയെന്ന് ഇന്ന് വരെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ സംഭവങ്ങളെ ആസ്പദമാക്കിയെടുത്ത ഒരു ഫാന്റസി സ്റ്റോറിയാണിത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കേ, ബൈ.